ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റേണ്ടത് അനുവല്ല, ചാരുവാ. അതാ എനിക്ക് സന്തോഷം. അമൃതേച്ചിയും ചാരുചേച്ചിയും ഒന്നും വേണ്ടെന്നാണല്ലോ മേഡം മണ്ഡപത്തിൽ വെച്ച് പറഞ്ഞത്. ഓരോ സമയത്തും ഓരോ തോന്നലല്ലേ അനു? അപ്പ അങ്ങനെ തോന്നി. ഇപ്പോ ചാരു വേണം എന്നെ അകത്തേക്ക് കയറ്റാനെന്നും തോന്നി. ചിലതൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴല്ലേ എന്തു വേണം എന്തു വേണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുന്നത്. അതുപോലെ എനിക്കിപ്പോ തോന്നുന്നത് എന്താണെന്നറിയോ? ചാരു ആരതി ഒഴിയണ്ടെന്നാണ്. എടാ ആകാശേ, ശ്രേയമോള് വന്ന് കേറിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണോ നിന്റെ ഉദ്ദേശം? പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയത് ഞാനല്ല, നിങ്ങളുടെ മരുമകളാ. ചേട്ടാ, ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണം, അത്രല്ലേ ഉള്ളൂ. അതിനെന്താ? അനു, ദാ പിടിക്ക്. നീ ആരതി ഒഴിയണ്ട. ഇവരൊക്കെ പറയുന്ന കേട്ടാടാ നീ എന്താ പാവയോ? ആകാശേ, അശ്വ ചേച്ചി, ഞാൻ ചാരുവിനോട് ആരതി ഒഴിഞ്ഞ് കയറ്റാൻ പറഞ്ഞതിന്റെ കാര്യം ഞാൻ തന്നെ പറഞ്ഞോളാം. ചാരു ഈ വീട്ടിലെ മരുമകളല്ലേ, ഇപ്പൊ ഞാനും. ഈ വീട്ടിലുള്ള മരുമകൾ തന്നെ എന്നകത്തേക്ക് കൂട്ടണമെന്ന് എന്റെ മനസ്സിൽ തോന്നി, അതുകൊണ്ട് പറഞ്ഞത്. മാഡം കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ ഓരോ ചോദ്യത്തിനും. ചേട്ടാ, എനിക്ക് വേണ്ടി കുറച്ചേരൊന്നും മിണ്ടാതിരിക്കെ. ആരതി ഒഴിയുന്നത്? മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു വേണം ഇതൊക്കെ ചെയ്യാൻ. അതെങ്ങനെയാ? ശാപവാക്ക് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? പിന്നെ എങ്ങനെ കെടാതിരിക്കാനാ? കാറ്റ് വന്ന് കർപ്പൂരം കെട്ടന് ചാരു എന്ത് ചെയ്യാനാ? കാറ്റാണോ അതോ ഇവളാണോ കെടുത്തിയെന്ന് ആർക്കറിയാം? ആരതി ഒഴിയുന്നവരുടെ മാത്രമല്ല, വന്ന് കേറുന്നവരുടെ മനസ്സിലും നല്ല ചിന്ത ഉണ്ടാവണം. ഇല്ലെങ്കിലേ ഇതുപോലെ കർപ്പൂരം കെട്ടുപോകും. എടാ അനിയ, എന്തിനാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? അമൃതേച്ചി, കർപ്പൂരം ഒന്നുകൂടി കത്തിക്ക്.